ഓക്കെ. എല്ലാവരെയും പഠിക്കാനിരിക്കാം. അപ്പത്തെ ഇങ്ങനെയാണ് ഇവിടെ വിളിക്കും പഠിച്ചാൽ കാണിക്കുന്നത്. ആദ്യ ദിവസം നവോദയ അന്വേഷണം അപ്പത്തെ ഇലക്ട്രിക് ഇതെല്ലാം ഇരുട്ടായിട്ട് കിടന്നു. ഇവിടെ വന്ന് ഇന്ന് വെളുപ്പിച്ചിട്ടേ പോകുന്നു. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും അത്യന്താധുനികമായ ഡ്രൈവിംഗ് സ്കൂളുകളാണ് KSRTC തുടങ്ങുന്നത്. ഞാൻ ഗതാഗത മന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം കേരളത്തിലെ ലൈസൻസിങ് സമ്പ്രദായത്തെ മാറ്റണം എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളെ പോലെ പരിചയസമ്പന്നരായ ആളുകൾ മാത്രം വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് നേടിയാൽ മതി എന്നൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായി. ഒരു കാര്യം പറഞ്ഞാൽ നടക്കുന്ന കാര്യം പറയും, പറഞ്ഞാൽ നടത്തും, നടക്കാത്ത കാര്യം പറയത്തില്ല. എന്നോട് വന്ന് ചോദിച്ചാൽ നടക്കുകയില്ല എന്ന് മുഖത്ത് നോക്കി പറയും. അപ്പോൾ എന്നോട് ചെറിയൊരു പിണക്കം തോന്നുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടെ ചെന്നാലും പിന്നെ നടക്കത്തില്ല. നടക്കുന്ന കാര്യമാണെങ്കിൽ ആ നിമിഷം നമ്മൾ ചെയ്യും. അതാണല്ലോ സതീശൻ ഒരു കല്യാണ മണ്ഡപത്തെ ഒരു കമ്മ്യൂണിറ്റി ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഈ ഡിപ്പോയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ഓഫർ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഓഡിറ്റോറിയം, ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ളത് പഞ്ചായത്തിൻ്റെയൊക്കെ സഹായത്തോടെ നമ്മൾ ചെയ്യും. RTO ഓഫീസ് സ്വകാര്യ ബിൽഡിങ്ങിൽ നിന്നും ഇതിനുള്ളിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ജോയിന്റ് RTOയോട് അടിയന്തരമായി അതിനുവേണ്ട ശുപാർശ ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രമോദ് ശങ്കർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൂടിയാണ്. ഉടൻ തന്നെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി RTO ഓഫീസ് ഈ മന്ദിരത്തിലേക്ക് മാറ്റും എന്നീ അവസ്ഥയിൽ അറിയിച്ചുകൊണ്ട് കാട്ടാക്കടയിൽ തുടങ്ങുന്ന ഈ ആധുനിക ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ധന്യമുഹൂർത്തത്തെ അടുത്തതായി